ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. അപ്പം വരാൻ പോകുന്ന കമ്പനി ബോർഡ്, ബെവ്കോ, VFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 2025 കറണ്ട് അഫയേഴ്സ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. എന്നാൽ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിൽ നോബൽ പ്രൈസാണ്. 2025 ഒരു ഉദ്യോഗാർത്ഥി ആവശ്യപ്പെട്ടിരുന്നു 2024-25 സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ അതാണ് ചെയ്യാൻ കാരണം കേട്ടോ. 2024 നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. 2024 ചെയ്തത്. ഇത് 2025 നോബൽ പ്രൈസ് ആണ്. അപ്പോൾ ആ ചോദിച്ച ഉദ്യോഗാർത്ഥി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ. ക്ലാസ് കണ്ടു എന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നോക്കിക്കേ, 2025 നോബൽ പ്രൈസ് ആണ്. ഫസ്റ്റ് വൺ, വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിൽ 2025 നോബൽ പ്രൈസ് കിട്ടിയത് 3 പേർക്കാണ്. ആർക്കൊക്കെയാണ്? മേരി ഇ ബ്രോങ്കോ, ഷിമോൺ സക്കാഗുച്ചി, ഫ്രെഡ് റാംസ്ഡെൽ. 3 പേര് ആരൊക്കെയാണ്? മേരി ഇ ബ്രോങ്കോ, ഷിമോൺ സക്കാഗുച്ചി, ഫ്രെഡ് റാംസ്ഡെൽ. അപ്പോൾ ഇവരെ ഓരോരുത്തരും ഏത് രാജ്യക്കാരാണെന്ന് അറിയണം. ഓക്കെ, മേരി ഇ ബ്രോങ്കോ USA ആണ്. ഷിമോൺ സക്കാഗുച്ചി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ പേരിൽ അറിയാം, ജാപ്പനീസ് പേരുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. ഇപ്പൊ ജപ്പാനാണ്. ഫ്രെഡ് റാംസ്ഡെലോ USA ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും, മേരി ബ്രാങ്കോയും ഫ്രെഡ് റാംസ്ഡെലും USA ആണ്. ദെൻ മേരി ബ്രോങ്കോ ഷിമോൺ സക്കാഗുച്ചി ജപ്പാനാണ്. ഓക്കെ അല്ലേ, 3 പേരെയും കിട്ടിയല്ലോ. വൈദ്യശാസ്ത്രത്തിന് 2025 നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തികൾ ആരൊക്കെയാണ്? മേരി ബ്രോങ്കോ, ഷിമോൺ സക്കാഗുച്ചി, ഫ്രെഡ് റാംസ്ഡെൽ. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നോബൽ പ്രൈസ് കിട്ടിയത്? എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നതിനെ വിശദീകരിച്ചതിനാണ്. എന്താണ്? മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്ന വിശദീകരണത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ അത് വിശദീകരിച്ചതിനാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് 2025 വൈദ്യശാസ്ത്രത്തിന് കിട്ടുന്നത്. ഓക്കെ അല്ലേ. അതിങ്ങനെ പറയാം, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്. എന്താണ്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ഇവർക്ക് ലഭിക്കുന്നത്. ആർക്കൊക്കെയാണ് ഒന്നുകൂടെ പറയാം? മേരി ബ്രോങ്കോ, ഷിമോൺ സക്കാഗുച്ചി, ഫ്രെഡ് റാംസ്ഡെൽ. ഓക്കെ അല്ലേ. അടുത്തത് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്. ആർക്കൊക്കെ കിട്ടി? 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനിസ്. 2 ജോൺ ഉണ്ട് അല്ലേ. ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനിസ്. ഇവർക്ക് 3 പേർക്കുമാണ് ഭൗതിക ശാസ്ത്രം, ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് 2025. ഓക്കെ, അതിൽ ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ ആണ്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ് ഫ്രഞ്ച് ആണ്, ജോൺ എം മാർട്ടിനിസ് USA ആണ്. 3 പേരും 3 രാജ്യക്കാരാണ് അല്ലേ. ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ് ഫ്രഞ്ച്, ജോൺ എം മാർട്ടിനിസ് USA. അപ്പൊ ഒന്നുകൂടെ, ഭൗതിക ശാസ്ത്രത്തിൽ 2025 നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനിസ്. ഓക്കെ അല്ലേ. കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, അതുപോലെ ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ ക്വാണ്ടൈസേഷൻ. ഇതിന്റെ കണ്ടുപിടുത്തത്തിനാണ് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, പിന്നെ ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ ക്വാണ്ടൈസേഷൻ. ഓർത്തിരിക്കണേ. ഒന്നുകൂടെ പറയാം, ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ജോൺ ക്ലാർക്ക്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനിസ്. ഓക്കെ അല്ലേ. അടുത്ത രസതന്ത്രം. രസതന്ത്രത്തിന് 3 വ്യക്തികൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒമർ എം യാഗി, സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ. ആരൊക്കെയാണ്? ഒമർ എം യാഗി, സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ. അതില് ഒമർ എം യാഗി എന്ന് പറയുന്നത് USA-കാരനാണ്. സുസുമ കിറ്റഗാവ ജപ്പാൻകാരനാണ്. ദെൻ റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ ആണ്. 3 രാജ്യക്കാരാണ്. ഒമർ എം യാഗി USA, സുസുമു കിറ്റഗാവ ജപ്പാൻ, റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ. ഓക്കെ അല്ലേ. അപ്പൊ ഇത് എന്തിനാണ് ഇവർക്ക് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിങ്ങിനാണ്. എന്താണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിങ്ങിനാണ് 2025 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ആർക്കൊക്കെയാണ്? ഒമർ എം യാഗി, സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ. ഓക്കെ അല്ലേടാ. അടുത്തത് സാഹിത്യമാണ്. സാഹിത്യത്തിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? ലാസ്ലോ ക്രസ്നഹോർക്കൈ. ലാസ്ലോ ക്രസ്നഹോർക്കൈക്കാണ് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇവർക്ക് 2015
മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഈ ലാസ്ലോ ക്രസ്നഹോർക്കയ്ക്ക് 2015 എന്ത് കിട്ടിയിട്ടുണ്ട്? മാൻ ബുക്കർ പ്രൈസ്. ഓക്കെ. 2019 വിവർത്തന സാഹിത്യത്തിനുള്ള നാഷണൽ ബുക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2 അവാർഡുകൾ ഓർത്ത് വെച്ചേക്കുക. 2025 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ ലാസ്ലോ ക്രസ്നഹോർക്കയ്ക്ക് 2015 മാൻ ബുക്കർ പ്രൈസും 2019 വിവർത്തന സാഹിത്യത്തിനുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടെന്ന്, നാഷണൽ ബുക്ക് അവാർഡും കിട്ടിയിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ? അങ്ങനെ ഈ ലാസ്ലോ ക്രസ്നഹോർക്കയുടെ ആദ്യത്തെ കൃതി ഏതാ? എന്താണ്? സ്റ്റാറ്റൻ റാൻഗോ. എന്താണ് സ്റ്റാറ്റൻ റാൻഗോ എന്നുള്ളതാണ്. അത് ഇറങ്ങിയ വർഷം 85 ആണ്, 1985. ഇനി അദ്ദേഹത്തിന്റെ ഇവരുടെ പ്രധാന കൃതികളാണ് പറഞ്ഞിരിക്കുന്നത്. ദ മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സീബ്രോ ദർ ബിലോ, ദ ബിൽ, ദ ലാസ്റ്റ് വുൾഫ് ആൻഡ് ഹെർമൻ. എന്തൊക്കെയാണ്? ലാസ്ലോ ക്രസ്നഹോർക്കയുടെ കൃതികളാണ് മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സീബ്രോ ദർ ബിലോ, ദ ബിൽ, ദ ലാസ്റ്റ് വുൾഫ് ആൻഡ് ഹെർമൻ എന്നുള്ളത്. ഓർത്ത് വെച്ചേക്കണേ, കൃതികളാണ്. അപ്പൊ ഒന്നുകൂടെ 2025 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ്? ലാസ്ലോ ക്രസ്നഹോർക്കൈ. പിന്നെ ലാസ്ലോ ക്രസ്നഹോർക്കയ്ക്കാണ്. അദ്ദേഹത്തിന് 2015 മാൻ ബുക്കർ പുരസ്കാരം, 2019 വിവർത്തന സാഹിത്യത്തിനുള്ള നാഷണൽ ബുക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആദ്യ കൃതി സ്റ്റാറ്റൻ റാൻഗോ ആണ്. 1985 കൃതി ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സീബ്രോ ദർ ബിലോ, ദ ബിൽ, ദ ലാസ്റ്റ് വുൾഫ് ആൻഡ് ഹെർമൻ എന്നുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മരിയ കൊറീന മച്ചാഡോ. മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് സമാധാനത്തിനുള്ള 2025 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. വെനസ്വേലയാണ് കേട്ടോ. ഇവര് വെനസ്വേലക്കാരിയാണ്. വെനസ്വേലയിലെ എന്താണ് സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചതിനുള്ള അവാർഡാണ് അല്ലെങ്കിൽ പ്രൈസാണ് 2025 സമാധാനത്തിന് ആർക്ക് കിട്ടിയത്? മരിയ കൊറീന മച്ചാഡോ കിട്ടിയിരിക്കുന്നത്. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ് അവര്. ഓക്കെ. രാജ്യം ഓർത്ത് വെച്ചേക്ക വെനസ്വേലയാണ്. അപ്പൊ സമാധാനം കിട്ടിയല്ലോ, മരിയ കൊറീന മച്ചാഡോയാണ്. ദെൻ സാമ്പത്തിക ശാസ്ത്രത്തിന് 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൗവിറ്റ്. ആരൊക്കെയാണ്? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൗവിറ്റ്. ഇങ്ങനെ 3 പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തില് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അതിൽ ജോയൽ മോക്കിർ USA-കാരനാണ്, ഫിലിപ്പ് അഗിയോൺ UK ആണ്, പീറ്റർ ഹൗവിറ്റും USA ആണ്. പീറ്ററും ജോയലും USA ആണ്, ഫിലിപ്പ് അഗിയോൺ UK ആണ്. ഓക്കെ, കിട്ടിയോ? സാമ്പത്തിക ശാസ്ത്രത്തിന് ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൗവിറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് വിശദീകരിച്ചതിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത്? നൂതന സാമ്പത്തിക വളർച്ചയെ വിശദീകരിച്ചതിനാണ്. എന്താണ്? നൂതന സാമ്പത്തിക വളർച്ചയെ വിശദീകരിച്ചതിനാണ് ഈ ജോയൽ മോക്കിറിനും ഫിലിപ്പ് അഗിയോണും പീറ്റർ ഹൗവിറ്റിനും സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ അല്ലേടാ? അത് നമുക്ക് ഒന്നുകൂടെ നോക്കാം ആദ്യം മുതലേ. ഫസ്റ്റ് നമ്മൾ 2025 നോബൽ പ്രൈസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വൈദ്യശാസ്ത്രത്തിന് 3 പേർക്ക് കിട്ടി. മേരി ബ്രോങ്കോ US, ഷിമോൻ സക്കാഗുച്ചി ജപ്പാൻ, ഫ്രെഡ് റാംസ്ഡൽ USA. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് ലഭിച്ചത്? മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പെരിഫറൽ ഇമ്മ്യൂണോ ടോളറൻസിനാണ് ആർക്ക് ഈ 3 പേർക്ക് എന്ത് കിട്ടിയത്? വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത്. ഭൗതിക ശാസ്ത്രത്തിനും കിട്ടിയിട്ടുണ്ട് 3 പേർക്ക് അല്ലെ. 2 ജോൺമാരുണ്ട്. ജോൺ ക്ലാർക്കും ഉണ്ട്, ജോൺ എം മാർട്ടിനസും ഉണ്ട്. പിന്നെ ഒരു മൈക്കിൾ എച്ച് ലെവോറൈറ്റ്. ഈ ജോൺ ക്ലാർക്ക് ബ്രിട്ടൻ ആണ്, മൈക്കിൾ എച്ച് ലെവോറൈറ്റ് ഫ്രഞ്ച് ആണ്, ജോൺ എം മാർട്ടിനസ് USA ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, അതുപോലെ ഇലക്ട്രിക് സർക്യൂട്ടിലെ ഊർജ്ജ ക്വാണ്ടൈസേഷൻ എന്നിവയ്ക്കാണ് ഇവർക്ക് പുരസ്കാരം. രസതന്ത്രത്തിന് കിട്ടിയിരിക്കുന്ന 3 പേർക്കാണ് ഒമർ എം യാഗി, സുസുമോ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ. ഒമർ എം യാഗി USA, സുസുമോ കിറ്റഗാവ ജപ്പാൻ, റിച്ചാർഡ് റോബ്സൺ ഓസ്ട്രേലിയ. ഓക്കെ. എന്തിനാണ് അവർക്ക് കിട്ടിയത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിങ്ങിനാണ്. ഓക്കെ. സാഹിത്യം ലാസ്ലോ ക്രസ്നഹോർക്കയ്ക്കാണ്. അവര് 2015 അവർക്ക് മാൻ ബുക്കർ പുരസ്കാരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 2019 വിവർത്തന സാഹിത്യത്തിനുള്ള നാഷണൽ ബുക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആദ്യ കൃതി സ്റ്റാറ്റൻ റാൻഗോ ആണ്. 1985 ഇറങ്ങിയത്. അത് അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് മലങ്കലി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സീബ്രോ ദർ ബിലോ, ദ ബിൽ, ദ ലാസ്റ്റ് വുൾഫ് ആൻഡ് ഹെർമൻ. ഓക്കെ. ഈ സമാധാനത്തിനുള്ള 2025 നോബൽ പ്രൈസ് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ് അവര് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിലെ 3 പേർക്ക് കിട്ടി. ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൗവിറ്റ്.
എന്തിനു വേണ്ടിയിട്ടാണ്? നൂതന സാമ്പത്തിക വളർച്ചയെ വിശദീകരിച്ചതിനാണ് അവർക്ക് പുരസ്കാരം. ജോയൽ മൂക്ക്, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൊവിറ്റ്. അതിൽ ജോയൽ USA ആണ്, ഫിലിപ്പ് അഗിയോൺ UK ആണ്, പീറ്റർ ഹൊവിറ്റ് USA ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 2025 നോബൽ പ്രൈസ് നിങ്ങൾക്ക് കിട്ടി. ക്ലാസ്സുകൾ മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.